തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വച്ച 5 ഗ്യാരണ്ടികൾ സംബന്ധിച്ച് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനം കൈക്കൊണ്ടതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കും. വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വകുപ്പ് രൂപീകരിക്കുന്നത്. ഏറ്റവും നന്നായി ഈ വകുപ്പ് നടപ്പിലാക്കിയ രാജ്യം ജപ്പാനാണ്. അവരുടെ മോഡൽ പരിശോധിച്ചായിരിക്കും ഇവിടെ ആ വകുപ്പ് കൊണ്ടുവരികയെന്നും സതീശൻ പറഞ്ഞു. ഈ 2 ഗ്യാരണ്ടികളാണ് ഏറ്റവും ആദ്യം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ പോയ ആളാണ് ഞാൻ. ആദ്യത്തെ ക്യാബിനറ്റിൽ അവർക്കുള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും എന്ന് അവർക്ക് വാക്ക് കൊടുത്ത ആളുമാണ് ഞാൻ. അതിന്റെ ഭാഗമായി ആദ്യ ഘട്ടമെന്ന നിലയിൽ അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആശമാരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് അടുത്ത ഒരു മാസത്തിനുള്ളിൽ തീരുമാനിച്ച് പ്രഖ്യാപിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ഘട്ടം കൂടി പ്രഖ്യാപിക്കും. അങ്കണവാടി ജീവനക്കാരുടെയും സഹായികളുടെയും പ്രശ്നങ്ങൾ മറന്നിട്ടില്ല. വലിയ തുകയൊന്നുമല്ലെങ്കിലും 1000 രൂപയെങ്കിലും അവർക്ക് വർദ്ധിപ്പിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ UDF നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും നോക്കാം. നേരത്തെ പ്രഖ്യാപിച്ച ഇന്ദിര ഗ്യാരണ്ടി അടക്കം നിരവധി വാഗ്ദാനങ്ങളാണ് UDFന്റെ പ്രകടന പത്രികയിലുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. യുവജനങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പലിശരഹിത വായ്പ 5 ലക്ഷം. ഇതൊക്കെയാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. പെൻഷൻ അവകാശമാക്കും. ശമ്പള കമ്മീഷൻ മാതൃകയിൽ ക്ഷേമ പെൻഷൻ രൂപീകരിക്കും. അന്ത്യോദയ പിങ്ക് റേഷൻ കാർഡുടമകളെ കണ്ടെത്തി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രത്യേക കർമ്മ പദ്ധതി രൂപീകരിക്കും. സംസ്ഥാനമെമ്പാടും ഇന്ദിര ക്യാന്റീനുകൾ തുറക്കും എന്നൊക്കെയും വാഗ്ദാനങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്നത് അടുത്ത മാസം നടപ്പിലാക്കുകയാണ്. ആശാപ്രവർത്തകർക്ക് 3000 രൂപ കൂട്ടിക്കൊടുക്കും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നു. ഈ 3 വാഗ്ദാനങ്ങൾ ഏതാണ്ട് ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. എന്നാൽ VD സതീശനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാന പ്രശ്നം 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കുക എന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 ആക്കുക എന്നതും കടുത്ത സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതിനായി മുഖ്യമന്ത്രി സതീശനും ടീമും എന്ത് നടപടികൾ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. വളരെ പെട്ടെന്ന് ഇതെല്ലാം ചെയ്യണമെന്ന് ആരും ബഹളം വെക്കാൻ പോകുന്നില്ല. പക്ഷേ ചുരുങ്ങിയത് 6 മാസത്തിനുള്ളിൽ ഇതെല്ലാം എപ്പോൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരും.